നെക്സ്റ്റ് യൂണിറ്റ് 4-ൻ്റെ കണ്ടിന്യൂഷനാണ്. പേജ് നമ്പർ 65. അതിൽ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് സാൽമോൺ നെയ്സറി ഗുണേറിയ വരെയാണ്. നെക്സ്റ്റ് സാൽമോണല എൻഡറിക്ക ഗ്രാം ചേഞ്ച് ചെയ്യുമ്പോൾ ഗ്രാം നെഗറ്റീവായിട്ടുള്ള റോഡാണ്. അതുപോലെ തന്നെ റോഡ് ഷേപ്പഡാണ്. കൾച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുമ്പോൾ XLD അഗാർ, അതായത് സൈലോസ്ലൈസിൻ ഡിയോക്സി കോളേറ്റ് അഗാറിലും അതുപോലെ തന്നെ സാൽമോണല ഷിഗല്ല അഗാറിലും കോളനീസ് ഫോം ചെയ്യും. പിന്നെ നോൺ ലാക്ടോസ് ഫെർമെൻറ്റിംഗ് കോളനീസാണ് ഫോം ചെയ്യുന്നത് മെക്കോണിക് അഗാറിൽ. ടെസ്റ്റ് നമ്മൾ H2S പ്രൊഡക്ഷനും ഓക്സിഡൈസ് നെഗറ്റീവാണ് കിട്ടുന്നത്. പെത്തോജെൻസിറ്റി സാൽമോണലോസിസ് അതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ്ങും ടൈഫോയിഡ് ഫീവറൊക്കെ കാരണമാകുന്നുണ്ട്. വിബ്രിയോ കോളറ ഗ്രാം ചേഞ്ച് ചെയ്യുമ്പോൾ ഗ്രാം നെഗറ്റീവായിരുന്ന ഷേപ്പ് കോമ ഷേപ്പഡാണ്. കൾച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ യെല്ലോ കോളനീസ് TCBS അഗാറിലും അതുപോലെ തന്നെ ആൽക്ലൈൻ മീഡിയ ലൈക്ക് തയോസൾഫേറ്റ് സിട്രേറ്റ് ബൈൽ സാൾട്ട് അഗാറിലും നമ്മൾ TCBSൽ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രോ ചെയ്യാറുണ്ട്. ദെൻ ടെസ്റ്റുകളായിട്ട് നമ്മൾ പറയുന്നത് ഓക്സിഡൈസ് പോസിറ്റീവും ഫാക്കൾട്ടേറ്റീവ് ആയിട്ടുള്ള എനറോബിക്, അതായത് മേ ബി ചിലപ്പോൾ അത് എയറോബിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും എനറോബിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കുന്നുണ്ട്. പെത്തോജെൻസിറ്റി കോളറ കോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള വാട്ടറി ഡയറിയയ്ക്ക് കാരണമാകുന്നുണ്ട്. ദെൻ ലിസ്റ്റീരിയ മോണോസൈറ്റോജെനിസ് ഗ്രാം ചേഞ്ച് ചെയ്യുമ്പോൾ ഗ്രാം പോസിറ്റീവ് റോഡ്സ് ആണ്. ഷേപ്പ് റോഡ് ഷേപ്പഡാണ്. കൾച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഫോംസ് സ്മോൾ കോളനീസ് ഓൺ ബ്ലഡ് അഗാറിൽ. പിന്നെ 25 ഡിഗ്രി സെൽഷ്യസിൽ മോട്ടിലിറ്റി കാണിക്കുന്നുണ്ട്. ടംബ്ലിംഗ് മോട്ടിലിറ്റിയാണ് കാണിക്കുന്നത്. കാറ്റലൈസ് പോസിറ്റീവാണ്. കാംസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെത്തോജെൻസിറ്റി ലിസ്റ്റീരിയോസിസ് മെനിഞ്ചൈറ്റിസ് എസ്പെഷ്യലി ഇമ്മ്യൂണോസപ്രസർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിലൊക്കെ കോസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആൻറ്റിമൈക്രോബിയൽ സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആൻറ്റിമൈക്രോബിയൽ സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എ ക്രിട്ടിക്കൽ കമ്പോണൻറ്റ് ഇൻ ദി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ആൻറ്റിബയോട്ടിക്കിനോട് സസെപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ഏത് ആൻറ്റിബയോട്ടിക്കാണ് ആ ബാക്ടീരിയയ്ക്ക് ഉചിതം, ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴാണ് ആ ബാക്ടീരിയ കില്ല് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ, ഏതിനോടാണ് അത് സസെപ്റ്റബിൾ ആവുന്നത്, ഏതിനോടാണ് അത് അഡ്ജസ്റ്റബിൾ ആവുന്നത് എന്നുള്ളത് അറിയാനാണ് ആൻറ്റിബയോട്ടിക് സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പർപ്പസ് ഓഫ് ആൻറ്റിമൈക്രോബിയൽ സസെപ്റ്റബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ തെറാപ്പീസിന്, റെസിസ്റ്റൻറ്റ് ഡിറ്റക്ഷന്, മോണിറ്ററിങ് ട്രെൻഡ്സിന്, ഇതിനൊക്കെയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. കോമൺ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ്, കെയർ ബൈ ബോർ ടെസ്റ്റിങ്, അതുപോലെ തന്നെ മൈക്രോ ഡൈലൂഷൻ മെത്തേഡ്സ്, പിന്നെന്താണെന്ന് വെച്ചാൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസൊക്കെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അത് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. അതിൽ ഈ ഒരു കെർബൈ ബോർ ടെസ്റ്റൊക്കെ ഓൾറെഡി നമ്മുടെ നോട്ടിൽ ഓഡിയോസിൽ പറയുന്നുണ്ട് എന്താണ് ആ ഒരു മെത്തേഡും ടെസ്റ്റിങ്ങും എന്നൊക്കെ. പിന്നെ അതിലെന്താണെന്ന് വെച്ചാൽ മൈക്രോ ഡൈലൂഷൻ ബ്രോത്ത് ഡൈലൂഷൻ മെത്തേഡ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്ടീരിയൽ സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ മൈക്രോ ഡൈലൂഷൻ പ്ലേറ്റിംഗ് മെത്തേഡ് വഴിയിട്ട് സസ്പെൻഷൻ ആഡ് ചെയ്തിട്ട് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്കിൻ്റെ കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്യുന്ന മെത്തേഡാണിത്. ഈ പ്ലേറ്റിൽ ഇൻക്യുബേഷൻ നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ദെൻ ഇൻ്റർപ്രിറ്റേഷനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിസിബിൾ ഗ്രോത്ത് ഇല്ലെങ്കിൽ നമുക്കത് നെഗറ്റീവും, ഗ്രോത്ത് പ്രസൻ്റ് ആണെങ്കിൽ പോസിറ്റീവും കൊടുക്കാം. പിന്നെ ഈ ടെസ്റ്റ് എപ്സിലോമീറ്റർ ടെസ്റ്റിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഈ ടെസ്റ്റിംഗ് മെത്തേഡ്സ് നമുക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള സ്ട്രിപ്പ് ഇംപ്രിഗ്നേറ്റ് ചെയ്യാണ്. ഒരു ഗ്രേഡിയൻ്റ് ഓഫ് ആൻറ്റിബയോട്ടിക്കിൽ ഇംപ്രിഗ്നേറ്റ് ചെയ്യും അഗാർ പ്ലേറ്റിങ്ങിൽ. ദെൻ നമ്മൾ ബാക്ടീരിയാസിനെ ഇനോക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഇൻ്റർസെക്സ് ദി സ്ട്രിപ്പ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രൊസീജിയറായിട്ട് നമ്മൾ പറയുന്നത് അഗാർ പ്ലേറ്റ് എടുക്കുക, അതിൽ നമ്മൾ ഇനോക്കുലേഷൻ പ്രിപ്പയർ ചെയ്യുക, ബാക്ടീരിയ സസ്പെൻഷൻ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് വെക്കാം. ദെൻ നമ്മൾ പ്ലേസ് ദി ഈ ടെസ്റ്റ് സ്ട്രിപ്പ് ഓൺ ദി അഗാർ. അതിനുശേഷം നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുക, പ്ലേറ്റ് റീഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റംസ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബിറ്റേക്ക് ടു ഫിനോക്സിക്സ് മൈക്രോ സ്കാൻ മെത്തേഡ്സ് ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻ്റർപ്രിറ്റേഷൻ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ സസെപ്റ്റബിൾ, ഇൻ്റർമീഡിയറ്റ്, റെസിസ്റ്റൻറ്റ്. സസെപ്റ്റബിൾ എന്ന് വെച്ചാൽ ദ ആൻറ്റിബയോട്ടിക് എഫക്റ്റീവ്ലി ഇൻഹിബിറ്റ് ചെയ്ത് ബാക്ടീരിയ അറ്റ് അച്ചീവബിൾ കോൺസെൻട്രേഷൻ. സസെപ്റ്റബിൾ എന്ന് പറയുമ്പോൾ എന്താ, ആ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ആ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ തടയാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫുള്ളായിട്ടുള്ളൊരു തടച്ചിലുണ്ടാവില്ല, കുറച്ചൊക്കെ ആ ബാക്ടീരിയയുടെ പ്രസൻസ് നിൽക്കും. സോ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റില്ല. ദെൻ റെസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഈ ഒരു ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താ, ആ ബാക്ടീരിയ ഒരു ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ പറയുന്നത്. നെക്സ്റ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിസൾട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ
ഇനോക്കുലത്തിൻ്റെ സൈസ്, അതായത് ബാക്ടീരിയൽ കോൺസെൻട്രേഷൻ സ്റ്റാൻഡർഡൈസ്ഡ് ആയിരിക്കണം. ആൻറ്റിബയോട്ടിക്കിൻ്റെ കോൺസെൻട്രേഷൻ എൻഷുവർ പ്രോപ്പറായിട്ടുള്ള കോൺസെൻട്രേഷൻ വേണം. മീഡിയം സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് മീഡിയംസ്, അതായത് മുള്ളൻ ഹിൻഡറക അങ്ങനെയുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഗ്രോത്ത് മീഡിയാസ് വേണം. ഇൻക്യുബേഷൻ കണ്ടീഷൻസ് മെയിൻറ്റെയിൻ പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചറും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടണം. ടൈമിംഗ് നോക്കണം. ദെൻ ക്വാളിറ്റി കൺട്രോൾ, പ്രോപ്പറായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ നമ്മൾ എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഇംപ്ലിക്കേഷൻസ് ആയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് നമ്മൾ ചൂസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡിസീസ് എന്നുള്ള റിക്കവറിങ് ഉണ്ടാവുള്ളൂ. പിന്നെ റെസിസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പിന്നീടും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.